അസ്സലാമു വറഹ്മത്തുള്ളാഹി. പാദവാർഷിക പരീക്ഷയുടെ 5ാം ക്ലാസ്സിലെ തജ്വീദിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, യോജിച്ചവ ചേർക്കാം. ബ്രാക്കറ്റിൽ കുറച്ച് കാര്യങ്ങളുണ്ട്, അതെല്ലാം വായിച്ച് നോക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഖുർആനിലെ ഒരു അക്ഷരം പാരായണം ചെയ്താൽ അതിൻ്റെ ആൻസർ 10 നന്മ. നിയമങ്ങൾ പാലിക്കാതെ ഖുർആൻ ഓതൽ ഖുർആനിൻ്റെ ശാപത്തിന് കാരണമാകും. ഹിജ്റക്ക് മുമ്പ് അവതരിക്കപ്പെട്ടത്, അതിനെന്താ പേര് പറയാ? മക്കിയ. പിൻഗാമികൾ മുൻഗാമികളിൽ നിന്ന് പഠിക്കണം. നിയമം പാലിച്ചു ഓതൽ മഹത്തായ ഇബാദത്താണ്. ഹിജ്റക്ക് ശേഷം അവതരിപ്പിക്കപ്പെട്ടത്, അതിന് മദനിയ എന്ന് പറയും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഉത്തരം എഴുതാം. ശ്രേഷ്ഠമായ ഇബാദത്താണ് എന്ത്? ഖുർആൻ പാരായണം ചെയ്യൽ. 2, തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യണം? അതിൻ്റെ ഉത്തരം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് 4 തവണ ചൊല്ലണം. അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, തജ്വീദ് എന്ന് പറയുന്നു എന്തിന്? അതിൻ്റെ ആൻസർ, അക്ഷരങ്ങളുടെ ഉച്ചാരണ നിയമങ്ങൾ പാലിച്ച് മനോഹരമായി ഖുർആൻ ഓതുന്നതിനാണ് തജ്വീദ് എന്ന് പറയുന്നത്. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഇൽമു തജ്വീദ് എന്ന് പറയുന്നു എന്തിന്? ഖുർആൻ പാരായണ നിയമങ്ങൾ ചർച്ച ചെയ്യുന്ന വിജ്ഞാന ശാഖയാണ് ഇൽമു തജ്വീദ്. അടുത്ത ക്വസ്റ്റ്യൻ, എണ്ണം എഴുതി കള്ളികൾ പൂർത്തിയാക്കാം. എണ്ണം എഴുതാനുള്ളതാണ്. അതൊന്ന്, ഖുർആനിലെ ആകെ സൂറത്ത് 114 സൂറത്താണ്. മദനിയ എത്രയാണ്? 28. മക്കിയ 86. ഖുർആൻ അവതരണം പൂർത്തിയായ വർഷം, എത്ര വർഷം കൊണ്ടാണ് ഖുർആൻ അവതരണം പൂർത്തിയായത്? 23 വർഷം. ഖുർആനിലെ ജുസ്ഉകളുടെ എണ്ണം ടോട്ടൽ 30 ജുസ് ആണ്. 30 എന്നാണ് എഴുതി കൊടുക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, സജദയുടെ ആയത്തുകൾ ഓതിയാൽ അതിൻ്റെ ബാക്കി എഴുതി കൊടുക്കാനുള്ളതാണ്. തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യുക. അടുത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മോജിസത്ത് ഫുർഖാനുൽ അദീം അല്ലെങ്കിൽ ഖുർആൻ ഷരീഫ്. അടുത്ത ക്വസ്റ്റ്യൻ, 5ാമത്തെ ക്വസ്റ്റ്യൻ, അർത്ഥം എഴുതാം. ഖിറാഅത്തുൽ ഖുർആനി സുന്നത്തുൻ മുത്തബഅത്തുൻ യഖുദുഹൽ ആഖിറു അനിൽ അവ്വലി. അതിൻ്റെ അർത്ഥം എഴുതാനുള്ളതാണ്. പിൻഗാമികൾ മുൻഗാമികളിൽ നിന്ന് പഠിക്കേണ്ടതും അനുകരിക്കേണ്ടതുമായ ഒന്നാണ് ഖുർആൻ പാരായണം. അടുത്തത് വ്യക്തമാക്കാം. അതിലൊന്ന്, തെർത്തീൽ എന്നാൽ എന്താ? തെർത്തീൽ എന്നാൽ അർത്ഥം ചിന്തിച്ച് സാവധാനം പാരായണം ചെയ്യുക, അതിനാണ് തെർത്തീൽ എന്ന് പറയാം. രണ്ടാമത്തെ, ഹദർ എന്നാൽ എന്ത്? അക്ഷരങ്ങളും ഹറക്കത്തുകളും മാറിപ്പോവാത്ത രീതിയിൽ വേഗതയിൽ പാരായണം ചെയ്യുക, അതിനാണ് ഹദർ എന്ന് പറയാം. മൂന്നാമത്തെ, തദ്വീർ, മിതമായ വേഗതയിൽ പാരായണം ചെയ്യുക, അതിനാണ് തദ്വീർ എന്ന് പറയുക. അടുത്തത്, 2 വീതം എഴുതാം. 2 എണ്ണം എഴുതാനുള്ളതാണ്. അതിലൊന്ന്, ഖുർആൻ ഓതുന്നവൻ്റെ മര്യാദകൾ. കുറേ മര്യാദകളുണ്ട്. ഒന്ന്, ഖുർആൻ ഓതുന്നവൻ്റെ ശരീരം, വസ്ത്രം, ഓതുന്ന സ്ഥലം എന്നിവ ശുദ്ധിയുള്ളതായിരിക്കുക. ഖിബലയിലേക്ക് തിരിയുക, തല മറക്കുക, സുഗന്ധം ഉപയോഗിക്കുക, മിസ്വാക്ക് ചെയ്യുക, ഔദും ബിസ്മിൻ ചൊല്ലുക, അങ്ങനെ തുടങ്ങി കുറേ ഉണ്ട്. അതിലേതെങ്കിലും 2 എണ്ണം എഴുതാം. രണ്ടാമത്തേത്, ഖുർആൻ ഓതുന്നത് കേൾക്കുന്നവൻ്റെ മര്യാദകൾ. ശ്രദ്ധയോടെ കേൾക്കുക, അർത്ഥം ചിന്തിച്ച് അതിലുള്ള ഉപദേശങ്ങൾ സ്വീകരിക്കുക, സജദയുടെ ആയത്തുകൾ കേട്ട തിലാവത്തിന് സുജൂദ് ചെയ്യുക. അതൊക്കെയാണ് അതിൻ്റെ ആൻസർ. അത് ഏതെങ്കിലും 2 എണ്ണം എഴുതാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല നിലയിൽ ഖുർആൻ പാരായണം ചെയ്യാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.